അപ്പം നമുക്ക് പാക്ക് കണ്ടാലോ? എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുക. നമ്മുടെ ഉലുവ ഉണ്ട്, കണ്ടോ? ഉലുവ, ഫെനുഗ്രീക്ക്, ഓക്കെ, ഫെനുഗ്രീക്ക് ഉണ്ട്, ചെമ്പരത്തിപ്പൂ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പൂന്തോട്ടത്തിൽ പോയി പൊട്ടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. ചെമ്പരത്തിപ്പൂ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹിന്ദു ഹെർബൽ ഓയിലിൽ ചേർക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതുണ്ട്, നമ്മുടെ കറി ലീസ് ഉണ്ട് കേട്ടോ, ഫ്രഷ് കറി ലീസാണ്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ എണ്ണയിൽ നമ്മൾ ചേർത്തിട്ടില്ല, കാര്യം പലർക്കും ഇതിന് തലനീരിറങ്ങുന്ന ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അലവറ അതിനകത്ത് ചേർത്തിട്ടില്ല. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഞാനിവിടെ നട്ടിട്ടുണ്ട്, നല്ലോണം അലവറ നിറച്ചും നമ്മുടെ വീട്ടിലുണ്ട്. അതെ, ഞാൻ ഒരു ലീഫ് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇത്രയും നമുക്ക് നല്ല നീളമുള്ള മുടി ഉള്ളവർക്കാണെങ്കിൽ ഇത്രയും നീളമുള്ള ഒരു അലോവേറ എടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇത് റോസ്മേരി. നമുക്കിത് ഡ്രൈ ലീവ്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈവൻ യു ഗെറ്റ് ദ പൗഡർ ഓൾസോ. നമുക്കിവിടെ അങ്ങാടിക്കടയിലൊക്കെ ഇതിൻ്റെ പൗഡർ കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടെ ഞാനിത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. റോസ്മേരിയുടെ ആ ശരിക്കുള്ള ചെടി ഇതാണ്. പിന്നെ തെറ്റിപ്പൂവ്, നമ്മുടെ എണ്ണയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തെറ്റിപ്പൂവ്. തെറ്റിപ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇത് നമ്മൾ അരച്ച് ഞാനത് പറയും പാക്ക് എങ്ങനെയാണ് നമ്മൾ അരച്ച് അതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ തലമുടി തേക്കുന്നത്. ഓക്കെ, പിന്നെ ചെമ്പരത്തിയുടെ ഇല. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 2-3 ദിവസമായിട്ട് ഞാൻ എണ്ണ ഇട്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ പാക്കിട്ട് എൻ്റെ മുടിയാണ് ഞാൻ നിങ്ങളെ നേരത്തെ ആദ്യം അത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ചെമ്പരത്തിയുടെ ഇല, അപ്പോൾ ചെമ്പരത്തിയുടെ ഇലയും നമുക്ക് വേണം, ചെമ്പരത്തിയുടെ പൂവും നമുക്ക് വേണം. ഓക്കെ, പിന്നെ നമ്മുടെ പനിക്കൂർക്ക, ഇതൊക്കെ ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എണ്ണ കാച്ചുമ്പോഴൊക്കെ എളുപ്പമാണ്. പിന്നെ ഞാനിത് പാക്ക് ഇടുമ്പം ഇതിൻ്റെ 2-3 ഇല പൊട്ടിച്ചിട്ട് അതിൻ്റെ നീരും കൂടി ഞാൻ ആ പാക്കിൽ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, ഫെനുഗ്രീക്ക് നമുക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പാക്കിൽ. ഇതിന് മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിനകത്തും നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അന്നിട്ട പാക്ക് എനിക്ക് തോന്നി ഇതും ചെമ്പരത്തിപ്പൂവാണെന്ന് തോന്നുന്നു ഇട്ടേക്കണം അന്ന്. പിന്നെ നമ്മൾ ഇതിട്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കേശവർദ്ധൻ, അതും ഞാനിവിടെ താഴെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇന്നത്തെ പാക്കിൽ അത് എടുക്കുന്നില്ല. അന്നത്തെ പാക്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചാനലിൽ പോയി കണ്ടു നോക്കൂ. അതിനകത്ത് ഞാൻ ആ കേശവർദ്ധന ഇട്ടിരുന്നു. കേശവർദ്ധന മുടി വളരാൻ നല്ലതാണ്. ഓക്കെ, നല്ല തിക്കായിട്ട് മുടി അതും നമ്മുടെ എണ്ണയിൽ ചേർത്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫെനുഗ്രീക്കിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഓരോ കേരളത്തിലെ ഓരോ കറികളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ എപ്പോഴും നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫെനുഗ്രീക്ക്. ഫെനുഗ്രീക്ക് നമ്മുടെ ഹെയർ ഫോള് സ്റ്റോപ്പ് ചെയ്യും, നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാൻ സഹായിക്കും, സ്പ്ലിറ്റൻസ് മാറ്റും, നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കിട്ടും, പിന്നെ ഡാൻഡ്രഫ് മാറ്റും, നമ്മുടെ ഹെയർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഫെനുഗ്രീക്ക് സഹായിക്കും. അതുപോലെ മെയിനായിട്ട് നമ്മുടെ പ്രീമെച്യൂർ ഗ്രേ, നേരത്തെ തലമുടി നരയ്ക്കുന്നവർക്ക് നിങ്ങൾ ഏർലി നിങ്ങളുടെ ഏജിൽ തന്നെ ഈ ഉലുവ നിങ്ങളുടെ എണ്ണയിലോ നിങ്ങളുടെ പാക്കിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. മുടി നരയ്ക്കുന്നതിന് നിങ്ങളെ അതിൽ സഹായിക്കും. അത് പ്രീമെച്യൂർ ഗ്രേയിന് ഈ ഉലുവ സഹായിക്കും. ഓക്കെ, പിന്നെ നമ്മളൊരു കണ്ടീഷണർ, നമ്മൾ സാധാരണ എല്ലാവരും ഷാമ്പൂ കഴിഞ്ഞ് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ കണ്ടീഷണർ, നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഈ ഉലുവ തേക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് കണ്ടീഷണർ. ഓക്കെ, അതാണ് ഉലുവയുടെ കാര്യം. ഇനി നമ്മൾ അടുത്ത് വരുന്നത് കറി ലീവ്സ്. കറി ലീവ്സ് നമ്മുടെ എണ്ണയുടെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ബിക്കോസ് ഇതാണ് നമ്മുടെ തലമുടി നല്ല ബ്ലാക്ക് ആക്കുന്നത്, മുടി നല്ല ശക്തമായിട്ട് വളരാൻ സഹായിക്കുന്നത്, മുടിക്ക് നല്ല ഉള്ളു കിട്ടും, അതുപോലെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും. ചിലരുടെ മുടി കണ്ടിട്ടില്ല, ഒട്ടും കട്ടിയില്ല, ഒരു സ്ട്രെങ്ത് ഇല്ല, ഭയങ്കര വീക്കായിട്ടിരിക്കും. അപ്പം അങ്ങനെ സ്കാൽപ്പ് ഭയങ്കര എന്താ പറയുക വീക്കായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക്
ഈ കറി ലീവ്സ് നല്ലതാണ്, സ്കാൽപ്പിന് നല്ല ഹെൽത്ത് തരും. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ കറികളിലൊക്കെ നമ്മൾ ഈ കറി ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ റിച്ച് ഓഫ് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ കറി ലീവ്സ്. ഓക്കെ, നമ്മുടെ മുടിക്ക് നല്ല ഷൈൻ തരാനും കറി ലീവ്സ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി അടുത്തത് നമ്മുടെ തെറ്റിപ്പൂ. തെറ്റിപ്പൂ നമ്മുടെ എണ്ണയിൽ, നമുക്ക് ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും ഞാൻ ഈ എണ്ണ ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എൻ്റെ മോള് കുഞ്ഞായിരുന്നപ്പം അവൾക്ക് എനിക്ക് തോന്നുന്നു അവൾ ജനിച്ചപ്പോൾ തൊട്ട് ജനിച്ചു നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമല്ലോ, ആ ഒരു സമയത്ത് കുഞ്ഞിനെ ഫുൾ ബോഡി മസാജ് ചെയ്യാനൊരു ഓയിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഉണ്ടാക്കിയ ഒരു കെണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത്. അത് തേങ്ങാപ്പാൽ ഇങ്ങനെ പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറേ ആയുർവേദ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണയുണ്ട്. ആ എണ്ണയിലെ ഒരു മെയിൻ ഘടകമാണ് ഈ തെറ്റിപ്പൂ. ഈ തെറ്റിപ്പൂ നമ്മുടെ സ്കിൻ ഡിസീസ്, നമ്മുടെ സ്കാൽപ്പിലുള്ള ഇഷ്യൂസ്, ഇച്ചിങ്, ഡാൻഡ്രഫ് ഇഷ്യൂ, ഹെയർ ഫോളിക്കിൾസ് വീക്കായിട്ടുള്ളവർക്ക് ഒക്കെ ഈ തെറ്റിപ്പൂ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഈ തെറ്റിപ്പൂ കൊണ്ടുവരും. വളരെ നല്ലതാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് എണ്ണ കാച്ചി കൊടുക്കുന്നതും സ്കിന്നിനെ മുഴുവൻ തേക്കുന്നതും നല്ലതാണ്. തലമുടിക്കും ഇത് നല്ലതാണ്. ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് റോസ്മേരി. കണ്ടോ, ഇതാണ് പ്യുവർ റോസ്മേരി. ശരിക്കും എല്ലാവരും പ്യുവർ റോസ്മേരി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാത്തവർക്കാണ് ഞാനിതിപ്പോൾ വീട്ടിൽ നിന്ന് മുറ്റത്ത് നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിരിക്കുക കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ റോസ്മേരിയുടെ കാര്യം ഇപ്പോൾ ആർക്കും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഇന്ന് സ്കാൽപ്പിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി നല്ലതായിട്ട് വളരാൻ, മുടി പൊഴിച്ചിൽ നിൽക്കാൻ, മുടിയുടെ എല്ലാ ഇഷ്യൂസിനും റോസ്മേരി വളരെ നല്ലതാണ്. മെയിനായിട്ടും ഇത് നമ്മുടെ തലയ്ക്ക് നല്ലൊരു റിലാക്സേഷൻ തരും ഈ റോസ്മേരി. അതുപോലെ തിക്നെസ്സും ഡെൻസിറ്റി ഉണ്ടാവും. നമ്മുടെ ഹെൽത്തി ഷൈനി ഹെയറിന് റോസ്മേരി നല്ലതാണ്. ഹെയർ ഫോള് കുറയ്ക്കും, സ്പ്ലിറ്റൻസ് മാറ്റും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ റോസ്മേരി ലീവ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അലോവേറ. അലോവേറ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ മുടി നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ അലോവേറ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ജെല്ല് ഞാൻ ഇടയ്ക്ക് ഇത് പ്രോഡക്റ്റ് ഇറക്കിയാലോ അതൊക്കെ വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒത്തിരി അലോവേറ ജെല്ല് അവൈലബിൾ ആണ്, എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയാലും ഇപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കെമിക്കൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് അത്രയും അത് നോക്കട്ടെ, ചിലപ്പോൾ വരും ദിവസങ്ങളിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മുടിക്ക് അതൊരു ജെല്ല് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇതെല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ടൊന്നും അലോവേറ അത്രയ്ക്ക് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നും കുളിക്കുമ്പോൾ താളിക്ക് വേണ്ടിയിട്ട് അവർ ഈ അലോവേറയും ഒരു തരം താളിയുണ്ട്, എനിക്കറിയത്തില്ല. ഈ ആറ്റിൻ്റെ കരയിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആറ്റിൻ്റെ കരയിലൊക്കെ നിൽക്കണ ഒരു താളിയുണ്ട്, ഏലാതി താളി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇതും മിക്സ് ചെയ്ത് ആ താളി തേക്കും. എണ്ണ തേച്ച് കുളിക്കണതിന് മുന്നേ ഈ പാക്കിട്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കും. അതായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ ഒരു ട്രഡീഷണലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അലോവേറ നമുക്കറിയാം എത്രയും നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇത് വളരെ നാൾ നിൽക്കും. ഇതിന് വലിയ കെയർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നല്ലോണം വെള്ളം ഒഴിക്കുക, ഇടയ്ക്കൊന്ന് എല്ലുപൊടിയോ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്കിട്ടോ. ഞാൻ അങ്ങനെയാണ് ഇവിടെ വളർത്തുന്നത്. എനിക്കിവിടെ ഇഷ്ടം പോലെ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഇത് ഹെയർ റൂട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മുടെ അലോവേറ ഹെൽത്തി ഷൈനി ഹെയർ കൊണ്ടുതരും. നമ്മുടെ ഉലുവയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷൻ തരും. നമ്മുടെ ഫിസിയായിട്ട് ഹെയറായിട്ട് കിടക്കുന്നവരില്ലേ, ഇങ്ങനെ ചകിരി പോലെ കിടക്കുന്ന ആ ഹെയർ ഉള്ളവർക്ക് ഈ അലോവേറ വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് സഹായിക്കും. ഹൈഡ്രേറ്റ്സ് ആൻഡ് മോയ്സ്ചറൈസസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാര്യം. ഇനി ഹിബിസ്കസ്, ചെമ്പരത്തിപ്പൂ. ഞാൻ താഴെ പോയി കുറേ തപ്പിയാകാൻ ഒരു പൂവാണ് കിട്ടിയത് ചെമ്പരത്തിപ്പൂവിന്ന്.
ചെമ്പരത്തിപ്പൂ നമ്മുടെ എണ്ണയുടെ മെയിനൊരു കാര്യമാണ്. ഈവൻ നമ്മുടെ ഷാമ്പൂവിലും നമ്മൾ ഹിബിസ്കസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യും, സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റും, മുടി നല്ല ശക്തിയായിട്ട് വളരാൻ സഹായിക്കും, മുടി നല്ല കട്ടിയായിട്ട് വളരാൻ സഹായിക്കും, മുടി നല്ലതായിട്ട് കറുക്കും. ഇപ്പോൾ പ്രീമച്വർ ഗ്രേ ഹെയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പം ഉലുവയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂ ഒരു നല്ലൊരു എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ തലമുടി നരയ്ക്കുന്നതെന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻസ്, ഇച്ചിങ് സെൻസേഷൻ, സ്കാൽപ്പ് ഡ്രൈ ആവുക, അതൊക്കെ മാറാനായിട്ട് ചെമ്പരത്തിപ്പൂ സഹായിക്കും. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഹെവി ഹെയർ ഫോൾ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പാക്കാണ് ഈ ചെമ്പരത്തിപ്പൂ ചേർത്തിട്ടുള്ള പാക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ എണ്ണയുടെ ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ ഈ ചെമ്പരത്തി ഇല ഇത് നമ്മളെല്ലാവരും യൂസ് ചെയ്യും. നാച്ചുറൽ ഡൈ യൂസ് ചെയ്ത് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ ഡൈ നല്ലതായിട്ട് പ്രൂവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ നാച്ചുറൽ ഡൈക്കകത്ത് ഇതിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. ഈ നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, യു ഷുഡ് നെവർ യൂസ് കെമിക്കൽ ഷാമ്പു. ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഉള്ള പൗഡേഴ്സാണ് നമ്മൾ ആ നാച്ചുറൽ ഡൈക്കകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. മുടി പൊട്ടുകയും ചെയ്യും, മുടിയുടെ ഉള്ള ആ ഒരു ആരോഗ്യവും കൂടെ പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെമ്പരത്തി ഇല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എനിക്ക് തോന്നുന്നു ചെമ്പരത്തിയുടെ ഇലയുണ്ട് അല്ലേ? ചെമ്പരത്തി ചെടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സംശയം. എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടാവും. നമ്മുടെ നാടനൊരു സാധനമാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഇല ഇങ്ങനെ ക്രഷ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് തലയിൽ തേച്ചാണ് തലമുടി എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയിട്ട് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലീവ്സ്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് കണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേശവർദ്ധി. ഇതുകൊണ്ട് എണ്ണ കാച്ചി തലമുടി തേക്കുന്നത് നല്ലതാണ്. എൻ്റെ പേര് പോലെ തന്നെ കേശവർദ്ധി. നല്ലോണം മുടി ശക്തമായിട്ട് വളരും. മുടിയുടെ എല്ലാ ഇഷ്യൂസിനും വളരെ നല്ലത്. ഇതിനൊരു ഇപ്പോൾ പൂവൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചൊരു ഇതായിട്ട് നിൽക്കുവാണ്. ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് മഴ പെയ്തതല്ലേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെയൊക്കെ നല്ലോണമൊക്കെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു വയലറ്റ് പൂവാണ്. എനിക്കൊന്ന് കഴിഞ്ഞ പാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ നിങ്ങൾ പോയി നോക്കിയാൽ അതിനകത്ത് പൂ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നണേ. അതിനൊരു വയലറ്റ് നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുവാണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നട്ട് വളർത്തുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഇതിൻ്റെ ഇലയെടുത്ത് നമ്മളതിൻ്റെ നീരാണ് നമ്മൾ എണ്ണയിൽ ചേർക്കുന്നത്. ഇത് നമ്മളിവിടെ പാക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് പനിക്കൂർക്ക. ഞാൻ നാച്ചുറൽ ഡേ യൂസ് ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ചേച്ചി അത് തലനീരിറങ്ങത്തില്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക് ശരിയാണ് ഒരു 1.5-2 മണിക്കൂറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വാഷ് ചെയ്യണം. എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലകളുടെ പൗഡേഴ്സാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൈ മുടിയിൽ പിടിക്കണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 to 2.5 hours നമ്മൾ വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ പലർക്കും ഉള്ള പ്രശ്നമാണ് തലനീരിറങ്ങുമോ, കോൾഡ് വരിക, കഫ് വരിക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പാക്ക് ഇടുമ്പോഴത്തേക്കും ഞാൻ ഈ പനിക്കൂർക്കയുടെ ലീവ്സ് ചേർക്കും. പനിക്കൂർക്കയുടെ ലീവ്സിന് ഒത്തിരി ഡാൻഡ്രഫിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ പനിക്കൂർക്ക ലീവ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് നമ്മുടെ പൂച്ചട്ടികളിൽ നമ്മൾ നട്ടാൽ മതി. അത് പെട്ടെന്ന് വളർന്നു. ഇതിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട ആവശ്യമില്ല. സാധാരണ ഓരോ വീട്ടിലൊക്കെ ചുമ്മാ കാട് പോലെ ഉണ്ടാക്കിയിട്ട് മതിലിൻ്റെ പുറത്തേക്കിങ്ങനെ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കളയുക അവർ ചെയ്യുന്നത്. അത്രയ്ക്ക് കാട് പിടിച്ച് വളരുന്ന ഒരു സാധനമാണ്. പിന്നെ കുഞ്ഞുകുട്ടികൾ ഉള്ള വീട്ടുകളിൽ എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാവും. കാര്യം പനി വരുമ്പോൾ ഇതിൻ്റെ നീര് ക്രഷ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പനിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. മുത്തശ്ശിമാർക്കൊക്കെ അറിയാം ആ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് ഞാൻ പറയാറുള്ളത്. നാച്ചുറൽ ഡേ യൂസ് ചെയ്യുമ്പോൾ
നമ്മൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ജ്യൂസും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തലമുടിക്ക് തലനീറിറങ്ങുന്നതോ കോൾഡ് വരുന്ന ഇഷ്യൂ ഒന്നും വരത്തില്ല. നമ്മൾ അത്രയും നേരം പാക്ക് വെച്ചാലും ഒരു ഇഷ്യൂസും വരത്തില്ല. പിന്നെ ഇത് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. സ്കാൽപ്പിൻ്റെ ഇൻഫെക്ഷൻസ് മാറ്റാനുള്ള കഴിവ് ഇതിനുണ്ട്, പനിക്കൂർക്കയ്ക്കുണ്ട്. പിന്നെ നല്ലതായിട്ട് ഹെയർ ഗ്രോത്തിനും ഇത് സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ മുടിക്ക് നല്ല ഓളിയം വേണം, നല്ല സ്ട്രെങ്തായിട്ട് മുടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പനിക്കൂർക്ക യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സത്യം പറഞ്ഞ ഒരു ഒറ്റമൂലി എന്ന് വേണം പറയാം. നമ്മൾ പല ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പനിക്കൂർക്ക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, പനിക്കൂർക്ക, നമ്മുടെ കേശവർത്തിനി, നമ്മുടെ ചെമ്പരത്തി ഇല, ഓക്കെ, ചെമ്പരത്തി ഇല, തെറ്റിപ്പൂവ്, നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, റോസ്മേരി, നമ്മുടെ കറ്റവാഴ, ഓക്കെ, കറ്റവാഴ, കറി ലീവ്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ച് എന്താ പറയുക, ഇതിൻ്റെ നീരെടുക്കണം. ഓക്കെ, നീരെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബേസായിട്ട് എണ്ണ എടുത്തിട്ട് എണ്ണയിൽ ഈ നീര് ചേർത്തിട്ട് തലമുടിയിൽ പാക്കായിട്ടിടാം. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടിയിൽ ഇട്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. ഓക്കെ, കണ്ടല്ലോ എങ്ങനെയാണ് ഇട്ടതെന്ന് കാണിച്ചല്ലോ. അതുപോലെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കുറച്ച് ഹെന്ന പൗഡർ എടുത്തു, അതിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ നീര് എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ഒരു എന്താ പറയുക, ഒരു 1 ഹവറിൽ കൂടുതലിട്ട്, ഒരു 1.5 hours ഞാൻ ഇട്ടു. പക്ഷെ എനിക്ക് അത്ര ഹവേഴ്സ് ഇട്ടിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ മുടി കണ്ടത് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 2 ദിവസത്തേക്ക് ഞാൻ എണ്ണ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എണ്ണ തൊട്ട് പുരട്ടി, നമ്മുടെ ഹിന്ദു ഹെർബൽ ഓയിൽ തൊട്ട് പുരട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് ഇട്ടത്. അതല്ലോ ഞാൻ മുടി കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് മുടി ഹെൽത്തി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ, തിരക്കുള്ളവർ പറയും ചേച്ചി എനിക്ക് ഇത്രയും സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. ഉള്ള സാധനങ്ങൾ എടുക്കും. എന്തായാലും പനിക്കൂർക്ക ഒരു വീട്ടിലില്ലാതിരിക്കില്ല. കറി ലീസ് എന്തായാലും പച്ചക്കറി കഴിക്കുമ്പോൾ കറി ലീസ് ഉണ്ടാവും. അതിനകത്ത് തെറ്റിപ്പൂവൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവും. എന്താ പറയുക, അല്ലെങ്കിൽ അയൽവക്കത്ത് വീട്ടിൽ പോയി എടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ചെമ്പരത്തിപ്പൂ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പിന്നെ അലോവേറ മിക്കവാറും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നട്ട് വളർത്തുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ്. നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളത് എണ്ണയിൽ ഞാൻ ചേർത്തിട്ടില്ല. കാരണം എണ്ണയിൽ എനിക്കിത് ചേർക്കുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് എണ്ണയിൽ ഞാനത് ചേർത്തിട്ടില്ല. പക്ഷേ ഞാനത് പാക്കായിട്ട് ഇടുമ്പം എനിക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. കാരണം എന്താണ്, നമ്മൾ അതിനകത്ത് ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീര് അതിനകത്ത് ചേർത്തിട്ടാണ് തലമുടി തേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കിപ്പോൾ പാക്ക് കൊണ്ടുവരണം കുറേ ദിവസം കൂടി ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, ഒത്തിരി തിരക്കാണ്. ഞാൻ മിനിസ്ട്രി ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, എനിക്കറിയാമല്ലോ. പിന്നെ ബിസിനസ് അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒത്തിരി തിരക്കാണ്. ഞാൻ എന്തായാലും ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കണ്ടൻറ്റൊക്കെ ഉള്ള നല്ല വീഡിയോസ് ഇടും. ഇതുപോലുള്ള നല്ല പാക്സ്, ഫേസ് പാക്ക് ഒക്കെ ഇടാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. പിന്നെ നമ്മുടെ ഹെർബൽ ഓയിൽ എല്ലാവരും വാങ്ങുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഈവൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലൊരു സിസ്റ്റർ എണ്ണ വാങ്ങിയായിരുന്നു. ഷി വാസ് അറൗണ്ട് എനിക്ക് 61 സംതിങ് ആണ്. സിസ്റ്റർ എന്നോട് പറയായിരുന്നു, എന്തു ഞാൻ ആ എണ്ണ യൂസ് ചെയ്തപ്പോൾ എൻ്റെ തലമുടിയിൽ പുതിയ മുടി വളരുന്നുണ്ട്. സോ കണ്ടോ, ഏജ് ഒരു ഫാക്ടറേ അല്ല മുടി വളരാൻ. പലരും പറയും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പറയും മുടി വളരുമോ അല്ലേ. അപ്പോൾ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഒന്നുമല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളെപ്പോഴും നല്ല പ്രസൻറ്റബിൾ ആവുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഒരു വലിയ കോൺഫിഡൻസ് ആണ് നമുക്ക് നല്ല മുടിയുള്ളത്, നമ്മുടെ ഫേസ് നല്ലതായിട്ടിരിക്കുന്നത് ഒക്കെ നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ഏജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. ഏജിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള ലൈഫ് സ്പീഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കുള്ള സമയം ബി ഹാപ്പി.
നല്ല എന്താ പറയുക, ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഒളിമ്പിക്സ് ഓടുന്ന പോലെ അത്രയും സ്പീഡിലൊന്നും ഓടാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം വെച്ച് നമുക്ക് എന്തെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ബി വെരി ഹാപ്പി. ദൈവസാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തോളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഹെർബൽ ഓയിലിന് ഒരു 50 റുപ്പീസ് മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കോക്കനട്ടിൻ്റെ വില 285 ആണ് 1/2 ലിറ്ററിന്. സോ 1 ലിറ്റർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 500 സംതിങ് ആണ് ഇപ്പോൾ 1 ലിറ്റർ എണ്ണയുടെ വില വരണേ. അപ്പം എന്നിട്ട് ഞാൻ 50 റുപ്പീസേ കൂട്ടിയിട്ടുള്ളൂ. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏജ് ആയിട്ടുള്ളവർക്ക് പോലും ആ എണ്ണ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് തരണേ. സോ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമുക്കുള്ള പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഞാൻ ഇറക്കിയത് നമ്മുടെ ഹിന്ദു ഹെർബൽ ഹെയർ ഓയിലാണ്. പിന്നെ നമ്മുടെ നൈറ്റ് ക്രീം, നമ്മുടെ ഡേ ക്രീം, നമ്മുടെ റൈസ് ഫേസ് വാഷ് ഉണ്ട്, നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ട്, ഫേസ് സിറം ഉണ്ട്, നൈറ്റ് സിറം ഉണ്ട്, നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ട്, ഷാമ്പു ഉണ്ട്. നമുക്ക് നമ്മുടെ ചെമ്പരത്തി പൂ വെച്ചിട്ടുള്ള ഹെർബൽ ഷാമ്പു നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വില കുറവാണ്, 200 രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കലൊന്നും വെച്ച് നിങ്ങൾ മുടി കഴുകാനോ ഒന്നും ചെയ്യാൻ പോകണ്ട. ഈ ഷാമ്പു മേടിച്ച് ഉപയോഗിക്കുക. ഓക്കെ, ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണ്, നല്ല മണമാണ്, എല്ലാം നാച്ചുറൽ തിങ്സാണ്. ഹിന്ദു ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് പ്യോർലി ഹെർബൽ. യു ക്യാൻ ട്രസ്റ്റ് ദിസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ കേട്ടോ. അതുപോലെ നമുക്കുള്ളത് നമ്മുടെ ഇപ്പോൾ ഇറക്കിയ ബ്യൂട്ടി ഓയിൽ, നമ്മുടെ ബോഡി മുഴുവൻ തേച്ച് നമുക്ക് കുളിക്കാൻ പാകത്തിലുള്ള ഇറ്റ്സ് ഒരു ആയുർവേദിക് കണ്ടൻസും ബാക്കി കുറേ കാര്യങ്ങൾ, നിറം വയ്ക്കണ കുറേ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ബ്യൂട്ടി ഓയിലാണ്. പിന്നെ നമ്മുടെ ഉറ്റാൻ പൗഡറുണ്ട്, ബ്രൈഡൽ ഉറ്റാൻ പൗഡറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്. നിങ്ങൾക്ക് എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിലും നിങ്ങൾ എന്നെ വാട്സപ്പ് ചെയ്യുക. മൈ നമ്പർ ഇസ് 8138814577. സോ മേ ഗോഡ് ബ്ലെസ് യു. വീണ്ടും ഒരു വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വേഗം വരുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.